ഇന്നലത്തെ ബംഗളൂരു എഫ് സിയുടെ പരാജയം അവിടെ നിൽക്കട്ടെ. കലിംഗയിലെ വീരന്മാർ ശ്രീകണ്ഠീരവയിൽ കയറി കഴുകിനെ വെട്ടി ബിരിയാണി വെച്ച കഥയെക്കുറിച്ച് വീഡിയോ ചെയ്യണമെന്നൊക്കെ വിചാരിച്ച് തൽക്കാലം അത് ചെയ്യാതിരിക്കാനുള്ള കാരണം ബംഗളൂരുവിൻ്റെ തോൽവി ഒരു നൈതീകരിക്കാൻ പറ്റുന്ന തോൽവിയാണെന്ന് തോന്നുന്നില്ല. ഒഡീഷയ്ക്ക് വേണ്ടി റഫറി ബംഗളൂരുവിനെതിരെ വിസിലൂതുന്നതായിട്ട് പല തവണയും ഫീൽ ആയിട്ടുണ്ട്. ഇന്നലത്തെ ബംഗളൂരുവിൻ്റെ പരാജയം അവർ ഡിസേർവ് ചെയ്തിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ മത്സരത്തിന് ശേഷം അവരുടെ പരിശീലകനായിട്ടുള്ള ജെറാർഡ് സരഗോസയുടെ മെഴുകൽ കണ്ടപ്പം മോന്ത് പിടിച്ച് വെച്ച് നില തുറയ്ക്കാൻ തോന്നി കേട്ടോ. ഈ അവരുടെ ടീമിൽ ഹാർഡ് വർക്ക് ചെയ്ത് കളിക്കുന്ന താരങ്ങൾക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ അവരെക്കുറിച്ച് ഇങ്ങനെ പരസ്യമായിട്ട് പോസ്റ്റ്മാൻ സ്റ്റോക്കിൽ വന്ന് കുറ്റം പറയുക എന്ന് പറഞ്ഞാൽ ഊളത്തരമാണ് അങ്ങനെ ചെയ്തത്. അതവിടെ നിൽക്കട്ടെ. ഇപ്പം ബംഗളൂരുവിനെതിരെയുള്ള മത്സരത്തിൽ ഒഡീഷയ്ക്കെതിരെ തുടക്കത്തിൽ തന്നെ ബംഗളൂരു കളിയുടെ 20 മിനിറ്റിനുള്ളിൽ തന്നെ 2 ഗോൾ നേടി. അത് തന്നെയാണ് ജെറാർഡ് സരഗോസയും പറഞ്ഞത്. ആദ്യ 20 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ മത്സരം കൈപ്പിടിയിലാക്കിയതാണ്. പിന്നീട് പല ആളുകളുടെ പിഴവ് മൂലം മത്സരം കൈവിട്ട് പോയി. റഫറിയുടെ പിഴവാണ്, അത് എടുത്തു പറയേണ്ടതായിരുന്നു. പകരം സ്വന്തം താരങ്ങളെ മോശമായിട്ട് കുറ്റപ്പെടുത്തിയത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും റഫറിയുടെ വഴിവിട്ട സഹായം ഒഡീഷ എഫ് സി വിജയത്തിലേക്ക് നയിച്ചു. 2 പെനാൽറ്റി ഗോളുകൾ ഡിയേഗോ മോറിൻഷ്യ നേടി, പിന്നീട് ചെറിയൊരു ഗോൾ നേടി. അങ്ങനെയാണ് ഒഡീഷ ജയിക്കുന്നത്. ബംഗളൂരുവിന് വേണ്ടിയിട്ട് സുനിൽ ഛേത്രി ഈ ഒരു പ്രായത്തിൽ നേടിയ ഗോൾ ഉണ്ടല്ലോ, എൻ്റെ പൊന്നു മക്കളെ, അസാമാന്യമായിട്ടുള്ള ബോൾ കൺട്രോൾ ഫ്രണ്ട് ലൈനിൽ സുനിൽ ഛേത്രിക്ക് ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അത് അടിവരയിട്ട് ഉറപ്പിച്ച് ആവർത്തിച്ച് പറയേണ്ട ഒരു സംഗതി തന്നെയാണ്. പക്ഷേ മത്സരത്തിന് ശേഷം ഈ ബംഗളൂരു എഫ് സി ആരാധകരുടെ സ്ഥിരം അസഹിഷ്ണുതാ സ്വഭാവം പുറത്തേക്ക് വന്നത് അവർക്ക് വളരെ വലിയ തലവേദനയാകും. കാരണം റഫറിയുടെ തെറ്റായ നയമൂലമാണ് ബംഗളൂരു പരാജയപ്പെട്ടത് എന്നതിൻ്റെ ജനവികാരം മുഴുവനും ബംഗളൂരുവിന് അനുകൂലമാകേണ്ടതായിരുന്നു. പക്ഷേ അവരുടെ ആരാധകർ കാണിച്ച തൊട്ടിത്തരം കൊണ്ട് അവർ നാണം കെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ഒഡീഷയുടെ ആരാധകർക്ക് നേരെ തുപ്പി അവരെ ആക്രമിച്ചു എന്നൊക്കെയാണ് വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാനാണെങ്കിൽ ഒഡീഷ എഫ് സി ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഏതായാലും റഫറി പിന്നിൽ നിന്ന് കുത്തി ബംഗളൂരുവിനെ തോപ്പിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പിന്നീട് കൈമയും മറന്ന് പോരാടിയ താരങ്ങളെ ഒരു പിഴവിന്റെ പേരിൽ ജെറാർഡ് സരഗോസ പിന്നിൽ നിന്ന് കുത്തി എന്നുള്ളത് നല്ല കാര്യമാണ്, മോശം കാര്യമാണ്. ഏതായാലും പാർജിൻഡാൽ എന്തായാലും സരഗോസയ്ക്ക് മുന്നറിയിപ്പ് ഉണ്ടാക്കിയത് കൊടുക്കും. കാരണം ഒരു ഓണർ എന്ന നിലയിൽ ജോൺ അബ്രഹാമും പാർജിൻഡാലും വേറെ ലെവലാണ്. പിന്നെ ഗോയങ്കയും വേറെ ലെവലാണ്, എടുത്തു പറയേണ്ടതാണ്. പിന്നെ ബംഗളൂരു ആരാധകരുടെ തനിക്കുണം അസഹിഷ്ണുത കളിക്ക് ശേഷം കാണിച്ചു.